ഹായ്, ഞാൻ ഇന്നിവിടെ നല്ലൊരു മട്ടൻ കറിയാണ് റെഡിയാക്കിയിരിക്കുന്നത്. അപ്പോൾ ഞാനത് എങ്ങനെയൊക്കെയാണ് ചെയ്തത് എന്ന് നിങ്ങൾ എല്ലാവരും കണ്ടു നോക്കണം. എന്തായാലും നിങ്ങൾ ഇങ്ങനെ തന്നെ ഒന്ന് കറിയും കൂടെ വെച്ച് നോക്കണം കേട്ടോ. നമുക്ക് നല്ലൊരു മട്ടൻ കറി വെക്കാവേ. അതിനായിട്ട് ഞാൻ ഇവിടെ 1 കിലോ മട്ടൻ വാങ്ങിയത് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം മഞ്ഞൾ പൊടിയും കാശ്മീരി ചില്ലിയും ഉപ്പുപൊടിയും പിന്നെ കുറച്ച് മല്ലിച്ചപ്പും ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും കറിവേപ്പിലയും കൂടെ കൂട്ടി യോജിപ്പിച്ച് ഇവിടെ വെച്ചിട്ടുണ്ട്. നമുക്കിതൊരു 3 വിസിലാകുന്നതോട് വരെ നമുക്കിത് വേവിച്ചെടുക്കാം. നമുക്ക് മട്ടൻ കറിക്ക് വേണ്ടിയിട്ട് വേണ്ട ചേരുവകൾ എന്നാന്നൊക്കെ നോക്കാം. ഇത് പച്ചമുളക് ഒരു 10 എണ്ണം ഞാൻ ചെറുതായി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു തക്കാളി ചെറുതായി കൊത്തിയരിഞ്ഞത്, മല്ലിച്ചപ്പ് അരിഞ്ഞത്, വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ ചതച്ചെടുത്തത്, കറിവേപ്പില, സവോള. ഇത്രയും സാധനം നമുക്ക് എണ്ണ ചൂടാകുമ്പോൾ വഴറ്റിയെടുക്കണം. അത് വഴന്നു കഴിയുമ്പോൾ നമുക്ക് അതിനകത്തേക്ക് ചേർക്കേണ്ട പൊടികളാണിത്. ഞാൻ ഗ്രാമ്പൂവും പെരിഞ്ചീരകവും ഏലക്കയും കറുവാപ്പട്ടയും കൂടെ പൊടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഇത് ഗരം മസാലയാണ്, കുറച്ച് കുരുമുളക് പൊടി, 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി, ഒരു 2 വലിയ സ്പൂൺ മല്ലിപ്പൊടി. ഇത്രയും സാധനങ്ങളാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഇത് ഇട്ട് കൊടുക്കാം. ഞാൻ എണ്ണ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഈ ചേരുവകൾ ചേർത്ത് കൊടുക്കാം. ചൂടായ എണ്ണയിലേക്ക് നമ്മൾ ഈ വഴറ്റുന്ന സാധനങ്ങളെല്ലാം കൂടെ ചേർത്ത് നമുക്ക് ഒരുമിച്ച് വഴറ്റിയെടുക്കാം. ഇത് നന്നായി വഴന്നു കഴിയുമ്പോഴാണ് നമ്മളിനി പൊടികളെല്ലാം കൂടെ ഇതിനകത്ത് തന്നെ ഇട്ട് നമുക്ക് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ ഇത് കുറച്ച് നന്നായിട്ട് ആകാനുണ്ട്. ഇതിനകത്തേക്ക് ഇനി നമുക്ക് ആ മസാലപ്പൊടികളൊക്കെ കൂടെ ചേർത്ത് കൊടുക്കാവേ. ഉള്ളി നന്നായിട്ടായിട്ടുണ്ട്, ഇത്രയും ആയാൽ മതി. അപ്പം നമുക്ക് ആ പൊടികളും കൂടെ ചേർത്ത് നന്നായി വഴറ്റിയെടുക്കാം. മട്ടനുള്ള മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ മട്ടനും ഞാനിവിടെ വേവിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ഇനി ചേർത്ത് കൊടുക്കാം. ദേ മട്ടന് ഒരു 4 വിസിലടുപ്പിച്ചതിന് ശേഷം ഞാൻ ഓഫ് ചെയ്ത് വെച്ചായിരുന്നു. അത് നമുക്കിനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്തിട്ട് ചെറിയ തീയിൽ നമുക്കിനി കുറച്ച് നേരം കൂടി ഇത് വേവണം. അപ്പം മസാല എല്ലാം നന്നായിട്ട് പിടിച്ച് കുറുകി വരും. അപ്പോൾ അതുവരെ നമുക്ക് കുറച്ച് നേരം കൂടെ തീ കൊടുത്തിട്ട് ഇതിവിടെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് വെക്കാം. അപ്പം തന്നെ നല്ല മണമൊക്കെ വരുന്നുണ്ട്. ആ ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും മല്ലിച്ചപ്പൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ വേവിക്കാൻ വെച്ചത്. അതുകൊണ്ട് തന്നെ ഇതിന് നല്ലൊരു മണമൊക്കെ ഇപ്പോൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പം ബാക്കി മസാലകളും കൂടെ ഇതിനകത്തേക്ക് പിടിച്ചതിന് ശേഷം നമുക്ക് കുറച്ച് കടുകും കൂടെ പൊട്ടിച്ച് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇത് കുറച്ച് നമുക്ക് ചെറിയ തീയിൽ ഒന്നും കൂടെ വേവിച്ചെടുക്കാം. നല്ല ആടിൻ്റെ കറിയാണിത്, നല്ല രുചിയുള്ള ഒരു കറിയാണിത്. നമുക്കിതിലേക്ക് ഇനി കടുക് വറുത്തതും കൂടെ ചേർത്ത് കൊടുക്കാം. കടുക് ഞാനിവിടെ വറുത്ത് വെച്ചിട്ടുണ്ട്. അതും കൂടെ നമുക്കിനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. തീ ഓഫ് ചെയ്യാം. നമ്മുടെ മട്ടൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും തന്നെ ഇത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാം. നല്ല രുചിയുള്ളൊരു മട്ടൻ കറിയാണിത്.